സ്വീറ്റ് ആയിട്ടുള്ള ഡിഷാണോ സാധാരണ ഇഷ്ടം അതോ സ്പൈസി ആയിട്ടുള്ളതാണോ? സ്വീറ്റ് ഒന്നും അങ്ങനെ വലിയ താല്പര്യമില്ല. സ്വീറ്റ് ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ കല്യാണത്തിന് പോയപ്പോഴും പായസമൊന്നും കഴിക്കാറില്ല. കാര്യം സദ്യ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സുഖമായിട്ട് നല്ല വൃത്തിയായിട്ട് സദ്യ കഴിക്കും. മധുരത്തിനോട് അങ്ങനെ വലിയ ഒരു ആർത്തിയുള്ള ആളൊന്നുമല്ല. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ചില മധുരങ്ങളുണ്ട്. അത് ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാലും ഷുഗർ കയറി നിൽക്കുകയാണ് ഇപ്പം മരിച്ചോ എന്ന് പറഞ്ഞാലും അത് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാൽ തിന്നും, എന്നിട്ട് ഞാൻ മരിക്കും. അങ്ങനെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. അതിനകത്ത് ഒരു സാധനമാണ് റവ കേസരി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് റവ കേസരി. പിന്നെ അമ്പലപ്പുഴ പാൽപ്പായസമൊക്കെ പിന്നെ അവോയ്ഡ് ചെയ്യും, പക്ഷെ കേസരി എൻ്റെ ഫ്രണ്ടിൽ വന്നാൽ കൈവിട്ടു പോകും. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ കുഞ്ഞമ്മയാണ്, എൻ്റെ കുഞ്ഞമ്മ ഉണ്ടാക്കി തരും. നല്ല രസമായിട്ട് ഉഗ്രനായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ അച്ഛൻ്റെ നാട് ചെന്നൈയാണ്. അപ്പോൾ അവിടെ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആദ്യം ഈ കേസരി വിളമ്പും. അപ്പോൾ ആ കേസരി എല്ലാം ഉഗ്രനായിരിക്കും. കാര്യം നമുക്ക് അത് കാര്യം എന്ന് പറഞ്ഞാൽ നെയ്യാണ് ഫുള്ള്. നമ്മളിങ്ങനെ നെയ്യ് ഇങ്ങനെ ആ ഇലയെ കൂടെ ഇങ്ങനെ ഒലിക്കും. പറഞ്ഞാൽ തന്നെ കൈവിട്ടു അങ്ങനെ. അപ്പോൾ അതിങ്ങനെ കഴിക്കും. എന്നിട്ട് അത് അവ പോണതിന് മുമ്പ് ഇങ്ങനെ കോരിയിടും. അവന് മനസ്സിലായി ഞാൻ കൊതിയനാണെന്ന്. കോരിയിടും. അങ്ങനെ അത് കുറെ കഴിക്കും. അങ്ങനെയാണ് ഈ കേസരി കൂടുതൽ കഴിക്കുന്നത്. ഇവിടെ നമുക്ക് ആ കേസരി ഇവിടുത്തെ ഡ്രൈ കേസരിയാണ് പലപ്പോഴും വേണം. അപ്പൊ അതിന്റെ അത് കിട്ടൂല. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്, ആ ടേസ്റ്റിന്റെ വ്യത്യാസം. ശരിക്കും നെയ്യ് വരുമ്പോഴാണ് എല്ലാത്തിലും ടേസ്റ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ കേസരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ചോക്ലേറ്റ് അത്തരം കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് അത്ര ഇഷ്ടമാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർവകലാശാലയാണോ ഏട്ടൻ്റെ ഫസ്റ്റ്? അതെ. എത്ര സിനിമകളായിരുന്നു എണ്ണം? അങ്ങനെ 250 വരുമായിരിക്കും. ഞാനത് എണ്ണിട്ടില്ല. അത്രയും വലിയ അടിയെന്തിന്? അവിടെ 500-600 ആയ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. നമ്മളടുത്തേക്ക് 250 ഞങ്ങൾക്ക് വരുമല്ലേ? ഞങ്ങളൊക്കെ 40-45 പടങ്ങളുടെ ഇടയിൽ 250 നിൽക്കുമ്പോ വലിയ സംഭവം തന്നെയാണ്. അല്ല, അതിനകത്ത് കുറെ ഭാഗങ്ങളെ കുറെയൊക്കെ ഇങ്ങനെ തുണ്ട് ചെറുതൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് വ്യത്യാസമുള്ള കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത്. സ്പിരിറ്റ് ശരിക്കും സ്പിരിറ്റ് അല്ല, അതിന് മുമ്പ് അല്ല 4 പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അടൂസാറിന്റെ പടം. അതിൽ നിന്നാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞാണ് എനിക്ക് രഞ്ജിയേട്ടൻ തിരക്കഥ വന്നു. അത് കഴിഞ്ഞ് സ്പിരിറ്റ് വന്നത്. അങ്ങനെയാണ് കുറെ ഒരു നല്ല വേഷങ്ങൾ കിട്ടിയത്. എന്തായാലും വലിയ സന്തോഷമാണ് നന്ദോട്ട് ഞങ്ങളോടൊപ്പം കൂടിയത്. അപ്പൊ നന്ദോട്ട് പറഞ്ഞ പോലെ നന്ദോട്ട് ഇഷ്ടമുള്ള ഒരു വിഭവം നമുക്ക് തയ്യാറാക്കും. ആരാണ് വരുന്നത്? അടിപൊളി കേസരിയുടെ നിറം. കേസരിയായിട്ട് ഇറങ്ങിയത്. ശരി, അപ്പൊ പിന്നെ നമുക്ക് നന്ദോട്ടിന് വേണ്ടിട്ട് പിന്നെന്താ പ്രിയപ്പെട്ട ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കൂടാൻ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം, മാക്സിമം സന്തോഷമാക്കാം, എൻജോയ് ചെയ്യാം, ഫണ്ണി ആക്കാം. വെരി ഗുഡ്.